ഹോ, എന്തൊരു ചൂടാണ് അല്ലേ? മുൻ വർഷത്തേക്കാൾ അപേക്ഷിച്ച് വളരെ ചൂട് കൂടുതലായിട്ടാണ് നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ശക്തമായൊരു മഴ പെയ്ത് ഈ ഒരു ചൂടിന് ആക്കം കിട്ടുമെന്ന് നമുക്ക് എല്ലാവർക്കും പ്രത്യാശിക്കാം. കാരണം ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ നന്നായിട്ട് മഴക്കാറുകളുണ്ട്, മഴ പെയ്യും എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. മഴ പെയ്യട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. സോ ഇത്രത്തോളം ചൂട് നമ്മൾ അനുഭവിക്കുമ്പോൾ ഞാനൊന്ന് ആലോചിക്കുകയാണ്, നമ്മുടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചൂടായിട്ടുള്ള അല്ലെങ്കിൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം ഏതാണ്? അവിടുത്തെ അവസ്ഥ എന്താണ്? അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ നിഹാൽ സ്റ്റോറി ടെല്ലർ എന്ന ഈ ചാനൽ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശത്തെ കുറിച്ചിട്ടും അവിടെ എത്ര ചൂടാണ് അനുഭവപ്പെട്ടതെന്നും. വെൽക്കം ടു നിഹാൽ ദി സ്റ്റോറി ടെല്ലർ. 1913 ജൂലൈ 10 അമേരിക്കയിലെ കാലിഫോർണിയയിലെ ഫർണസ് ക്രീക്ക് എന്ന പ്രദേശത്ത് വെച്ചിട്ടാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന താപം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് 56.7 ഡിഗ്രി സെൽഷ്യസ്, അതായത് 134.1 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ലോകത്ത് ഔദ്യോഗികമായി റെക്കോർഡ് ചെയ്ത് വെച്ച് ഏറ്റവും ഉയർന്ന താപനില. സോ ഈ പ്രദേശത്തെ ഈ കാരണം കൊണ്ട് തന്നെ ഡെത്ത് വാലി എന്ന് വിളിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരു തരത്തിലുള്ള ചെടികളോ ജീവികൾക്കോ സർവൈവ് ചെയ്യാൻ അല്ലെങ്കിൽ വളരാൻ സാധിക്കില്ല എന്ന കാരണം കൊണ്ടാണ് ഈ പ്രദേശത്തെ ഡെത്ത് വാലി എന്ന് വിളിക്കുന്നത്. അപ്പോൾ കാലിഫോർണിയയിലെ ഫർണസ് ക്രീക്ക് എന്ന പ്രദേശമാണ് ലോകത്ത് ഔദ്യോഗികമായി ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് ഈ പ്രദേശം ഡെത്ത് വാലി എന്ന പേരിൽ അറിയപ്പെടുന്നു. പക്ഷേ ഈ ഒരു പ്രദേശത്തേക്കാൾ കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയെന്ന് പറയപ്പെടുന്ന മറ്റു 2 പ്രദേശങ്ങൾ കൂടിയുണ്ട്. പക്ഷെ അത് ഔദ്യോഗികമായിട്ട് ഒരു കണക്ക് രേഖപ്പെടുത്താതെ കൊണ്ടാണ് നമ്മൾ ഡെത്ത് വാലിയെ ഏറ്റവും കൂടുതൽ ചൂടുള്ള പ്രദേശമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഏതൊക്കെയാണ് 2 സ്ഥലങ്ങൾ? ഇറാനിലെ ലൂത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് 2005 70.7 ഡിഗ്രി സെൽഷ്യസ് അഥവാ 159.3 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അത് ഔദ്യോഗികമായി രേഖപ്പെടുത്താതെ കൊണ്ട് തന്നെ അത് ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ പ്രദേശമാണ് നമുക്ക് പറയാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ചൈനയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശം, അതായത് താക്കിമാക്കാൻ ഡെസേർട്ടിന്റെ ഭാഗമായിട്ടുള്ള ടിയാൻഷാൻ റേഞ്ചിലും ഏകദേശം 80 ഡിഗ്രി സെൽഷ്യസ് അഥവാ 175 ഡിഗ്രി ഫാരൻഹീറ്റ് താപം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇറാനിൽ ലൂത്തായാലും ഈ ചൈനയിലെ ഈ പ്രദേശമായാലും 2 പ്രദേശവും ഔദ്യോഗികമായിട്ട് താപനില രേഖപ്പെടുത്താതെ കൊണ്ട് തന്നെ കാലിഫോർണിയയിലെ ഡെത്ത് വാലിയാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഔദ്യോഗികമായി ചൂട് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന പ്രദേശമായിട്ട് കണക്കാക്കുന്നത്. അതായത് ഏകദേശം 56 ഡിഗ്രിക്ക് മുകളിൽ. പലപ്പോഴും കാലിഫോർണിയ ഡെത്ത് വാലിയിൽ ഏകദേശം 58-60 ഡിഗ്രി സെൽഷ്യസിന് അടുത്ത് വരെ താപനില എത്താറുണ്ട്. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന താപനില ഏകദേശം 34 ഡിഗ്രിയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഏകദേശം ഇരട്ടിയോളം താപനില കാലിഫോർണിയയിലെ ഡെത്ത് വാലി അനുഭവിക്കുന്നുണ്ട്. സോ ഇനി ഉള്ള വർഷങ്ങളിലും നമ്മുടെ ഭൂമിയിൽ, അതായത് നമ്മുടെ കേരളത്തിലേക്ക് താപനില ഇനിയും കൂടുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഈ സമയത്ത് തന്നെ നമുക്ക് ഇത്രത്തോളം ചൂട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു 5 വർഷങ്ങൾക്കിടയിൽ കേരളത്തിലെ താപനില ഇനിയും വർദ്ധിച്ചാൽ എന്താകും ഉഷ്ണകാലത്ത് നമ്മുടെ അവസ്ഥ? കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇത്തരം വിശേഷങ്ങൾ അറിയാൻ നിഹാൽ ദി സ്റ്റോറി ടെല്ലർ എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ലിങ്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ എന്തെങ്കിലും കോണ്ടന്റ് ഉണ്ടെങ്കിൽ നിഹാൽ ദി സ്റ്റോറി ടെല്ലർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾ ഒന്ന് മെസ്സേജ് അയക്കുക. ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഒരിക്കൽ കൂടി കാണാം. അതുവരേക്കും ബൈ.